പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളാണെന്ന്. പിതാവിൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും പിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാനായിട്ട് തൻ്റെ ദൗത്യം യേശു ആരംഭിക്കുകയും ചെയ്യുന്നതിന് മുന്നോടിയായി സ്നാനം സ്വീകരിക്കുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ഒരു സ്വരം, അത് യോഹന്നാൻ്റെ സ്വരമാണ്. ആ സ്വരത്തെക്കുറിച്ച് ഒന്നാമത്തെ വായനയിൽ പറയുന്നു, ആശ്വസിപ്പിക്കുവിൻ എൻ്റെ ജനമേ ആശ്വസിപ്പിക്കും. അടിമത്വങ്ങൾ അവസാനിച്ചു, പാപാന്തകാരങ്ങൾ അവസാനിച്ചു. ദൈവം നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായിട്ട് തയ്യാറാകും. താഴ്വരകൾ നിരത്തപ്പെടും, കുന്നുകളും മലകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാക്കപ്പെടും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തും. സദ്വാർത്തയുമായി വരുന്ന സിയോനെ ശബ്ദമുയർത്തി ശക്തിയോടെ അവിടത്തെ വിളിക്കുക, ഇതാ നിങ്ങളുടെ ദൈവം. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വായന എത്ര മനോഹരമായിട്ടുള്ള വാക്യങ്ങളാണ്. നമ്മെ ആശ്വസിപ്പിക്കുവാനായിട്ട്, പാപത്തിൽ മോചിക്കുവാനായിട്ടൊരു ദൈവം ഇതാ ഇറങ്ങി വരും. സങ്കീർത്തനത്തിൽ പറയുന്നത്, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് അത്യുന്നതനാണ് എന്നാണ് വിളിച്ചു പറയുക. അവിടെ നിന്ന് അത്യുന്നതനാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ യേശുക്രിസ്തു നിർവഹിച്ച പുനർജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അവിടുന്ന് നമുക്ക് രക്ഷ നൽകിയെന്ന്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാനിൽ സ്നാനം സ്വീകരിക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വ്യക്തി സ്നാനം സ്വീകരിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, അവന് ഒരു ഐഡൻറ്റിറ്റി നൽകുന്നു, അവനിൽ ദൈവമഹത്വം കുടികൊള്ളുന്നു, സ്വർഗം അവനെ ഏറ്റെടുക്കുന്നു, അവൻ ദൈവത്തിന് കൃതജ്ഞതയുള്ളവനായിട്ട് മാറും. നമുക്കെല്ലാവർക്കും ID കാർഡുകളുണ്ട്, നമ്മൾ ആരെന്ന് തെളിയിക്കാൻ. പക്ഷെ ഓരോരുത്തരെ ID കാർഡിലുള്ള ആ ഒരു സ്വഭാവമല്ല പലപ്പോഴും അവൻ്റെ ജീവിതത്തിലുള്ള. കർത്താവായ യേശു ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവൻ സ്നാനം സ്വീകരിക്കുകയാണ്. എന്തിന്? പാപികളുടെ കൂട്ടത്തിൽ അവൻ ഇറങ്ങി വരുന്നു സ്നാനം സ്വീകരിക്കാൻ. പാപികളോടുകൂടി താതാമ്യപ്പെട്ടുകൊണ്ട് തൻ്റെ ദൗത്യം ഏറ്റെടുക്കുക. ഒരു വ്യക്തിക്ക് പലപ്പോഴും ഐഡൻറ്റിറ്റി കിട്ടുന്നത് അവൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ്. മദർ തെരേസ പാപികളോടുകൂടി ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ, പാപങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ, മരണാസന്നർക്ക് നല്ലവണ്ണം മരിക്കാനായിട്ട് അവരെ ഒരുക്കിയപ്പോൾ മദർ തെരേസ പാവങ്ങളുടെ അമ്മയായിട്ട് മാറി. കുഷ്ഠരോഗികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളുമായി താതാമ്യപ്പെട്ടപ്പോൾ, കുഷ്ഠരോഗമെന്നവൻ മരിക്കുമ്പോഴും അവൻ ആ കുഷ്ഠരോഗികളുടെ പിതാവായിട്ട് മാറി. കരംചന്ദ് ഗാന്ധി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട പ്ലാറ്റ്ഫോമിലേക്ക് വീണ് കിടക്കുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നത് പുതിയൊരു ഐഡൻറ്റിറ്റി ആയിട്ടാണ്, മഹാത്മാ എന്ന ഐഡൻറ്റിറ്റി. അതോടുകൂടിയാണ് അവന് പുതിയൊരു വെളിച്ചം ലഭിക്കുകയും ഭാരതത്തിൽ അഹിംസാ സിദ്ധാന്തത്തിലൂടെ ഭാരതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനായിട്ട് മുൻകൈയെടുക്കുകയും ചെയ്തു. നെൽസൺ മണ്ടേല ഒരു വിമോചകനായിട്ട് മാറുന്നത് ഇതുപോലെ തന്നെ
ഒരു ദൗത്യം ഏറ്റെടുത്തതുകൊണ്ട്. ക്രിസ്തുനാഥൻ ജോർദാൻ നദിയിൽ ഇറങ്ങി നിന്ന് സ്നാനം സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ ഇത് നടക്കട്ടെ എന്ന് സ്നാപയോഹന്നാൻ്റെ അരികിൽ പറയുന്നുണ്ട്. സ്നാപകൻ പറയുന്നുണ്ട്, നിന്നിൽ നിന്നാണ് ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടത്, എന്നാൽ ഇപ്പോൾ ഇത് നടക്കട്ടെ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു പുതിയ ഐഡൻറ്റിറ്റി വരുന്നു, ഞാനിതാ പാവങ്ങളുമായി താതാത്മ്യപ്പെടും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരുമായിട്ടാണ് നാം താതാത്മ്യപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം. ജ്ഞാനസ്നാനം വഴി കിട്ടുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് ക്രിസ്ത്യാനി, സ്വർഗരാജ്യത്തിന് അവകാശി ആയിട്ട് നാം മാറുന്നുവെങ്കിൽ അതനുസരിച്ച് ജീവിക്കാനായിട്ടുള്ളൊരു വിളി നമുക്ക് ഉയർത്തണം. നമുക്ക് പലപ്പോഴും യേശുനാമം ഉച്ചരിക്കുന്നത് തന്നെ ഒരു പ്രയാസമുള്ള കാര്യമായിട്ടുള്ള എന്ന് കാണും. നമ്മളെല്ലാം സെക്കുലറാണെന്നാണ് പറയുന്നത്. എനിക്കെൻ്റെ വിശ്വാസം, അവനവൻ്റെ വിശ്വാസം അതല്ല. കർത്താവായ യേശു ജ്ഞാനസ്നാനത്തിലൂടെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്, നിനക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, ക്രിസ്തുവിനെ ലോകത്തിന് മുഴുവനും പകർന്നു കൊടുക്കുവാനായിട്ടുള്ളൊരു വിളി നിനക്കുണ്ടെന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് നിനക്കിതിലൂടെ ലഭിക്കുക. യേശു രക്ഷകനാണെന്നും അവനിലൂടെയാണ് രക്ഷയെന്നും മൊത്തവുമായിട്ടുള്ള ബോധ്യം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, ഇവനെൻ്റെ പ്രിയപുത്ര, ഇവന് ഞാൻ സംപ്രീതനായിരിക്കും. പിതാവായ ദൈവത്തിൻ്റെ ഒരു അപ്രൂവൽ ലഭിക്കുകയാണ്. ഇവൻ തന്നെയാണ് രക്ഷകൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇവൻ്റെ ശുശ്രൂഷകൾക്ക് ഒരു അംഗീകാരം ഞാൻ നൽകുന്നു എന്ന് പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കും. ആ ദൗത്യം നമുക്കും ലഭിച്ചിട്ടുണ്ട് ജ്ഞാനസ്നാനത്തിലൂടെ. നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപുത്രരാണ്.